ഈ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഇപ്പം നമുക്ക് ഒത്തിരി പരാതികളുണ്ടാവാം. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ഇന്ത്യയിലെ നമ്മൾ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ വീഡിയോകൾ എന്നാ കാണാൻ തുടങ്ങിയത് റിലയൻസിന്റെ ജിയോ രംഗപ്രവേശനത്തിന് ശേഷം മാത്രമല്ല. ഇന്ത്യയിൽ ഇത്രയും വിപ്ലവം ഉണ്ടാക്കി ഇത്രയേറെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധ്യത തുറന്നു കൊടുക്കുകയും ചെയ്തതിനെ നമ്മളെപ്പോഴും നന്ദിയോടെ പറഞ്ഞിട്ടുണ്ട്. ഭായ് അംബാനി ഒരു പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിട്ടാണ് ജീവിതം തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാമെങ്കിൽ അങ്ങേരുടെ കാരണന്മാരുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ് അങ്ങനെ ഇതെല്ലാം. ഇമാജിനേഷൻ, കഠിനാധ്വാനം, ഭാവന. നമ്മൾ വിജയിച്ച ആളുകളെ അസൂയോടെ കാണുന്നത് നിർത്തുക. മലയാളികൾ വിജയിച്ചവരെല്ലാം ശത്രുക്കളാണ് നമ്മൾ പ്രഖ്യാപിക്കുക. കിടന്നുറങ്ങിയപ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു, നമ്മൾ വിശ്രമിച്ചപ്പോൾ അവർ അത്യധ്വാനം ചെയ്യുകയായിരുന്നു, നമ്മൾ മാനസിക ഉല്ലാസം നേടിയപ്പോൾ അവർ മാനസിക സംഘർഷം അനുഭവിക്കുകയായിരുന്നു. ആ അത്യധ്വാനം ഇല്ലാതെ ഒരു മനുഷ്യനും വിജയിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ആ ലോട്ടറി അടിച്ചവനൊന്ന് 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം എന്താ? അവന് ധീരുഭായ് അംബാനിയുടെ ഇമാജിനേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലോട്ടറി അടിച്ചേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പേ ലോട്ടറി അടിച്ചതിനേക്കാൾ സമ്പന്നനായിരുന്നു. അപ്പോൾ ഈ വീക്ഷണം മലയാളി മാറ്റാതെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച്, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവുന്നതിന് പകരം മറ്റുള്ളവൻ സമ്പത്തുണ്ടാക്കിയത് വളഞ്ഞ വഴിയിലൂടെയല്ലേ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ചൂഷണം ചെയ്യല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരുടെ സേവനം നമ്മൾ കാശ് കൊടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് എന്താ അർത്ഥമിരിക്കുന്നത്? വേണ്ടെങ്കിൽ നമ്മളെ മേടിക്കാതിരുന്നാൽ പോലെ. ആവശ്യമുള്ളത് മേടിച്ചിട്ട് തന്നവനെ നമ്മൾ കുറ്റം പറയുന്ന ശീലം നിർത്തിയാൽ കേരളം നന്നാവും. കേരളത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തവരൊക്കെ പേടിയതാണ്. ജനത്തിൻ്റെ പ്രാക്ക് എന്തിനു കേൾക്കണം? ജനം തന്നെ നമ്മളുടെ ശത്രുവായിട്ട് നമ്മളെ കാണുന്നത്. ആ മനോഭാവം ഒന്ന് മാറുക. അപ്പോൾ ഈ സംരംഭക മനോഭാവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വളരുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. കേരളത്തിൽ തന്നെ ചില കമ്മ്യൂണിറ്റികൾ സാമ്പത്തികമായി വളരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവരെ ഇപ്പോൾ മറ്റു സമൂഹം അസൂയോടെ നോക്കുന്നുണ്ടെങ്കിലും അവർ വളരുന്നതിൻ്റെ കാരണം എന്താ? അവർ പരസ്പരം സഹായിക്കുന്നുണ്ട് പലപ്പോഴും, ഇല്ലേ? സംരംഭങ്ങൾ വളർത്തുമ്പോൾ, പുതിയ ആശയങ്ങൾ വയ്ക്കുമ്പോൾ അവർ അസൂയോടെ അല്ല പരസ്പരം കാണുന്നത്, അവർ പരസ്പരം സഹായിക്കുന്നു. മറ്റ് സമുദായങ്ങളും അങ്ങനെ തന്നെ തുടങ്ങിയാൽ എല്ലാവരും വളരും. പകരം നമ്മൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് വളരുന്നവനെല്ലാം അസൂയോടെ കാണുകയും അവനെ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുകയും മറ്റൊരു സമുദായം വളരുമ്പോൾ അവനെ നേരെ ഏഷണി പറയുകയും ചെയ്യും. പറഞ്ഞ് നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മൾ സൗഭാഗ്യങ്ങളുടെ നടുക്കായിരിക്കും ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയാൽ, ചിന്തകൾ കുറച്ചുകൂടെ ഒന്ന് സിവിലൈസ്ഡ് ആക്കി മാറ്റിയാൽ, മനുഷ്യരെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടായാൽ, വളരാൻ ശ്രമിക്കുന്നവനെ, കഠിനാധ്വാനം ചെയ്യുന്നവനെ, അവൻ്റെ അധ്വാനത്തെ ആദരിക്കാൻ തയ്യാറായാൽ, അവൻ സംരംഭകനാവട്ടെ തൊഴിലാളിയാവട്ടെ, രണ്ടു കൂട്ടരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കേരളം മാറും.